യുദ്ധക്കളം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം തെളിയുന്നത് വെടിയുണ്ടകളുടെയും മിസൈലുകളുടെയും ചിത്രമാണ്. എന്നാൽ ആധുനിക കാലത്തെ യുദ്ധങ്ങൾ വെറും ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല, ഊർജം കൊണ്ട് കൂടിയാണ് ജയിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ദുഷ്കരമായ ഭൂപ്രദേശങ്ങളിൽ കാവൽ നിൽക്കുന്ന നമ്മുടെ ഇന്ത്യൻ സൈന്യം ഇപ്പോൾ ഒരു നിശബ്ദമായ ഊർജ വിപ്ലവത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. ലഡാക്കിലെ -40 ഡിഗ്രി തണുപ്പിലായാലും കടലിലെ കൊടുങ്കാറ്റിലായാലും സൈനികർക്ക് ആവശ്യമായ വൈദ്യുതിയും ഇന്ധനവും തടസ്സമില്ലാതെ എത്തിക്കാൻ സസ്റ്റൈനബിൾ എനർജി മാനേജ്മെന്റ് എന്ന നൂതന പാതയിലാണ് സേന മുന്നേറുന്നത്. പരമ്പരാഗത ഇന്ധനങ്ങളെ മാത്രം ആശ്രയിക്കാതെ സൗരോർജവും കാറ്റും ഗ്രീൻ ഹൈഡ്രജനും സമന്വയിപ്പിച്ചുകൊണ്ട് പ്രതിരോധ രംഗത്ത് ഇന്ത്യ നടത്തുന്ന ഈ സാങ്കേതിക മുന്നേറ്റം കേവലം പരിസ്ഥിതി സൗഹൃദം മാത്രമല്ല, തന്ത്രപ്രധാനമായ ഒരു യുദ്ധതന്ത്രം കൂടിയാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഇന്ത്യൻ സൈന്യം നടത്തുന്ന ഈ പവർഫുൾ മാറ്റം എന്താണ് നമുക്ക് നോക്കാം. ഇതുവരെ നമ്മുടെ ഉയർന്ന അതിർത്തി മേഖലകളിൽ വൈദ്യുതിക്കും മറ്റും പ്രധാനമായും ആശ്രയിച്ചിരുന്നത് ഡീസൽ ജനറേറ്ററുകളെയാണ്. എന്നാൽ ഇതിന് പല പ്രായോഗിക ബുദ്ധിമുട്ടുകളുമുണ്ട്. ഒന്നാമതായി, ദുർഘടമായ മലനിരകളിലൂടെയും മഞ്ഞുവീഴ്ചയുള്ള പാതകളിലൂടെയും ആയിരക്കണക്കിന് ലിറ്റർ ഇന്ധനം ട്രക്കുകളിൽ എത്തിക്കുക എന്നത് വലിയൊരു ലോജിസ്റ്റിക് വെല്ലുവിളിയാണ്. രണ്ടാമതായി, ജനറേറ്ററുകളുടെ ഇരമ്പൽ ശബ്ദം അതിർത്തിയിലെ നിശബ്ദതയിൽ ശത്രുക്കൾക്ക് നമ്മുടെ സൈനിക പോസ്റ്റുകളുടെ സ്ഥാനം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കാരണമാകുന്നു. കൂടാതെ ഹിമാലയം പോലുള്ള അതീവ പരിസ്ഥിതി ലോല മേഖലകളിൽ ഈ ഇന്ധന പുക വലിയ രീതിയിലുള്ള മലിനീകരണമാണ് ഉണ്ടാക്കുന്നത്. ഈ പ്രതിസന്ധികളെ മറികടക്കാനാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ സോളാർ പാനലുകൾ, വിൻഡ് മില്ലുകൾ, ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ഗ്രീൻ എനർജി പദ്ധതികളിലേക്ക് ചുവടുമാറ്റുന്നത്. ഇത് സൈന്യത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനൊപ്പം പ്രകൃതിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് ഇന്ത്യൻ സേന ഇപ്പോൾ നടപ്പിലാക്കുന്ന ഗ്രീൻ എനർജി സാങ്കേതിക വിദ്യയാണ്. ലഡാക്ക് പോലുള്ള അതിശൈത്യ മേഖലകളിൽ വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജൻ വേർതിരിച്ചെടുത്ത് അത് ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ ഇന്ധനത്തിന്റെ ഭാരം കുറയ്ക്കാനും മലിനീകരണം പൂർണ്ണമായും ഒഴിവാക്കാനും സാധിക്കുന്നു. ഇതിന്റെ പ്രധാന സവിശേഷത ഇത് പൂർണ്ണമായും നിശബ്ദമാണ് എന്നതാണ്. ജനറേറ്ററുകളുടെ ശബ്ദമില്ലാത്തതിനാൽ ശത്രുക്കൾക്ക് നമ്മുടെ നീക്കങ്ങൾ കണ്ടെത്തുക അസാധ്യമാകും. കൂടാതെ മൈക്രോ ഗ്രിഡുകൾ എന്ന പുതിയ സംവിധാനത്തിലൂടെ ഓരോ സൈനിക പോസ്റ്റിനെയും സ്വയം പര്യാപ്തമാക്കുകയാണ് ഇന്ത്യ. ചെറിയ സോളാർ പാനലുകളും വിൻഡ് ടർബൈനുകളും ഉപയോഗിച്ച് ഓരോ ക്യാമ്പിലും സ്വന്തമായി വൈദ്യുതി നിർമ്മിക്കുന്നതോടെ പുറത്തുനിന്നുള്ള പവർ ലൈനുകളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാം. യുദ്ധസമയത്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടാലും നമ്മുടെ സൈനിക പോസ്റ്റുകൾ പ്രകാശപൂരിതമായിരിക്കും എന്നത് സൈന്യത്തിന് നൽകുന്ന തന്ത്രപരമായ മുൻതൂക്കം ചെറുതല്ല. അതിർത്തിയിലെ നിശബ്ദരായ വേട്ടക്കാരായി ഇന്ന് നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങൾ മാറിക്കഴിഞ്ഞു. സാധാരണ ഡീസൽ വാഹനങ്ങൾ മലനിരകളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന കനത്ത ശബ്ദവും പുകയും ശത്രുക്കൾക്ക് പെട്ടെന്ന് മുന്നറിയിപ്പ് നൽകുമെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾ തികച്ചും നിശബ്ദമായാണ് നീങ്ങുന്നത്. ശത്രുവിന്റെ കണ്ണു വെട്ടിച്ച് അവരുടെ പാളയങ്ങൾക്ക് തൊട്ടടുത്ത് വരെ സൈനിക നീക്കങ്ങൾ നടത്താൻ നമ്മുടെ കമാൻഡോകൾക്ക് ഈ സൈലന്റ് മോഡ് വലിയൊരു തന്ത്രപ്രധാന മുൻതൂക്കം നൽകുന്നു. ഇതിന്റെ ഭാഗമായി വലിയ തോതിലുള്ള ഇലക്ട്രിക് ബസ്സുകളും കാറുകളും മോട്ടോർ സൈക്കിളുകളും ഇന്ത്യൻ സേന ഇതിനോടകം തന്നെ തങ്ങളുടെ വ്യൂഹത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു. യുദ്ധക്കളത്തിലെ വേഗതയ്ക്കൊപ്പം അദൃശ്യമായിരിക്കാനുള്ള കഴിവും ഈ ഇലക്ട്രിക് കാര്യത്തിലൂടെ ഇന്ത്യൻ സൈന്യം കൈവരിച്ചിരിക്കുകയാണ്. കേവലം സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നത് കൊണ്ട് മാത്രം ഈ ഊർജ്ജ വിപ്ലവം പൂർണ്ണമാകുന്നില്ല. ആ ഊർജ്ജത്തെ എത്രത്തോളം കാര്യക്ഷമമായി വിനിയോഗിക്കുന്നു എന്നതിലാണ് സൈന്യത്തിന്റെ വിജയം. ഇതിനായി അത്യാധുനിക AI അധിഷ്ഠിത സോഫ്റ്റ്വെയറുകളാണ് ഇന്ത്യൻ സേന ഇപ്പോൾ പ്രയോജനപ്പെടുത്തുന്നത്. ഏത് പോസ്റ്റിലാണ് കൂടുതൽ വൈദ്യുതി ആവശ്യം വരുന്നത്, എവിടെയാണ് ബാറ്ററിയുടെ ചാർജ് കുറയുന്നത് എന്നൊക്കെ തത്സമയം നിരീക്ഷിക്കാനും കൃത്യമായ മുൻകരുതലുകൾ എടുക്കാനും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം സഹായിക്കുന്നു. അതായത് ആധുനിക യുദ്ധതന്ത്രത്തിൽ എനർജി സെക്യൂരിറ്റി എന്നത് ഇന്ന് സൈബർ സെക്യൂരിറ്റിയുമായി ഇഴചേർന്ന് കിടക്കുന്നു എന്ന് ചുരുക്കം. സാങ്കേതിക വിദ്യയും ഹരിത ഊർജവും കൈകോർക്കുന്ന ഈ പുതിയ യുഗം ഇന്ത്യൻ സൈന്യത്തെ കൂടുതൽ സ്മാർട്ടും കരുത്തുമാക്കി മാറ്റുകയാണ്. ഇന്ത്യൻ സേനയുടെ ഈ വിപ്ലവകരമായ നീക്കം ഇന്ന് ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ സമാനമായ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഹിമാലയത്തിലെ അതിശൈത്യവും ദുർഘടമായ ഭൂപ്രകൃതിയും പോലുള്ള അതീവ കഠിനമായ സാഹചര്യങ്ങളിൽ ഈ സാങ്കേതിക വിദ്യ വിജയകരമായി നടപ്പിലാക്കുന്നു എന്നത് ഇന്ത്യയുടെ മാത്രം പ്രത്യേകതയാണ്. വരും വർഷങ്ങളിൽ ഇന്ത്യൻ സൈന്യം പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമായ ഒരു സേനയായി മാറുന്നതിനൊപ്പം തന്നെ ഊർജ്ജ സ്വയം പര്യാപ്തതയിലൂടെ ശത്രുക്കൾക്ക് കൂടുതൽ പ്രഹരശേഷിയുള്ളതും പ്രവചനാതീതവുമായ ഒരു ഡിജിറ്റൽ ഗ്രീൻ സേനയായി പരിണമിക്കും. പ്രകൃതിയെ കരുവാക്കി പ്രതിരോധം തീർക്കുന്ന ഈ സ്മാർട്ട് യുദ്ധമുറ ഇന്ത്യയെ ലോകത്തിന് മുൻപിൽ ഒരു പുതിയ മാതൃകയാക്കി മാറ്റുകയാണ്. യുദ്ധം എന്നത് ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല,
ബുദ്ധി കൊണ്ടും സാങ്കേതിക വിദ്യ കൊണ്ടും കൂടിയാണ്. ഇന്ത്യൻ സൈന്യം നടത്തുന്ന ഈ ഊർജ്ജ വിപ്ലവം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഒരു പുതിയ കവചം തീർക്കുമെന്നതിൽ സംശയമില്ല.